ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ മഹത്വം ഈശോയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം, 9-ാമത്തെ തിരുവചനത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കുക. അച്ഛൻ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈശോയാണ് നിങ്ങളോട് സംസാരിക്കുക. വചനം പറയുക, കർത്താവ് അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ തൻ്റെ കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശ്വസ്തരെ അവിടുന്ന് പരിപാലിക്കുന്നു. എത്ര ശക്തമായ ഒരു അഭിഷേക വചനം നമ്മുടെ കർത്താവ് ഇന്ന് നമുക്ക് തരുന്നേ. കുടുംബജീവിതത്തിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളൊരു സത്യം അറിയണം. നിങ്ങൾ ഈശോയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഗണത്തിൽപ്പെട്ടവരാ നിങ്ങൾ. ലോകമെമ്പാടുള്ള വൈദികര് പൗരോഹിത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ലോകം മുഴുവനുള്ള സന്യസ്തര് സന്യാസ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഇനി വിവാഹം കഴിക്കുന്നില്ല, ഇതാ സന്യാസിയാകാനോ വൈദികനാകാനോ പോയിട്ടില്ല. പക്ഷേ ഏകസ്ഥ ജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ, കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ. കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവളാ നീ. നമ്മളെല്ലാവരും കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിൽപ്പെട്ടവരാ. നമ്മൾ നിസ്സാരക്കാരല്ല. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ദൈവം നിന്നെ മാറ്റി നിർത്തിയിരിക്കുക. ഇതാ കുടുംബജീവിതത്തിലേക്ക്, പൗരോഹിത്യത്തിലേക്ക്, സന്യാസത്തിലേക്ക്, ഏകസ്വ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ നമ്മുടെ കർത്താവ് പറയാം, അവരുടെ മേൽ അവിടുന്ന് തൻ്റെ കരുണയും അനുഗ്രഹവും വർഷിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. നമ്മുടെ മേൽ കർത്താവിൻ്റെ കരുണ വർഷിക്കും, നമ്മുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം വർഷിക്കും. സ്നേഹമുള്ളവരെ, ഹൃദയം തുറന്നാൽ മതി, മനസ്സ് തുറന്നാൽ മതി. കർത്താവിന് മുമ്പിൽ കരങ്ങൾ രണ്ടും നീട്ടി, യേശുവേ, നിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ കരുണ അനുഗ്രഹം വർഷിക്കുന്നതിനോർത്ത് നന്ദി പറയുമ്പോൾ, അതിനാൽ നീ നിറയപ്പെടുന്ന അനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ നയിക്കും. എന്നിട്ട് കർത്താവിൻ്റെ വചനം പറയാ, വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ യൂദാ തദേവുസ്, ഓക്കെ. പക്ഷേ നമ്മളൊക്കെ വിശുദ്ധരാകാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുക. വചനം നമ്മൾ ഓർമ്മിപ്പിക്കുക. എന്നെ പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേലുള്ള അനുഗ്രഹം സ്വീകരിച്ചു കഴിയുമ്പോൾ ഇതാ വിശുദ്ധരായി മാറുകയാണ്. നമ്മൾ വിശുദ്ധിയുള്ളവരായി മാറുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മൾ ഓരോരുത്തരെ ഓരോ സെക്കൻഡുകളിലും പരിപാലിക്കുക. അവിടുത്തെ കരത്തിൻ്റെ ഉള്ളിൽ നമ്മളെ സൂക്ഷിക്കുക. അവിടുത്തെ പരിപാലനയിൽ നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ നയിക്കുന്ന അനുഭവം തന്ന് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഇടപെടും. കർത്താവായ യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹവും കരുണയും സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ, കർത്താവെ, അങ്ങയുടെ പദ്ധതിയോട് സഹകരിക്കാതെ, അങ്ങയോട് സഹകരിക്കാതെ മല്ലടിക്കുന്ന, മറുതലിക്കുന്ന സകല മക്കളുടെ ജീവിതങ്ങളിൽ ഇന്ന് നിൽക്കുന്ന നിഷേധാത്മകമായ സ്വാധീനങ്ങൾ, മറുതലിക്കുന്ന സ്വഭാവം, കർത്താവേ, എല്ലാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, പരിശുദ്ധമ്മയുടെ വിശ്വബെനഡിക്റ്റ് മാധ്യസ്ഥത്തിൽ, അങ്ങനെയുള്ള പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ഈ സ്വാധീനങ്ങളെല്ലാം കുടുംബങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഈ നിമിഷം
വിട്ടുമാറി പോകട്ടെ. പേരോടുകൂടി ഈ നിഷേധാത്മകത വിട്ടുവപ്പിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥമേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥമേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇപ്പോൾ സൗഖ്യം നൽകണമേ കർത്താവേ.